ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനാ ഭാഗം 2 രാജാക്കന്മാർ 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം 1 ശമൂവേൽ 4 അധ്യായം 21 വാക്യം. മഹത്വം ഇസ്രായേലിൽ നിന്ന് പൊയ്പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേരിട്ടു. ശീലോവിലെ ഏലി പുരോഹിതന്റെ കൊച്ചുമകനായിരുന്നു ഈഖാബോദ്. ഫീനഹാസിന്റെ മകനും ആയിരുന്നു ഈഖാബോദ്. ഈഖാബോദ് എന്ന പേരിന്റെ അർത്ഥം മഹത്വം ഇല്ല എന്നതാണ്. അമ്മായിയപ്പനും ഭർത്താവും യുദ്ധത്തിൽ മരിച്ചു എന്നും യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ടു എന്നും കേട്ടപ്പോൾ ഫീനഹാസിന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന ഉണ്ടാകുകയും അങ്ങനെ അവൾ ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു. തുടർന്ന് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാണ് അവൾ തൻ്റെ കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേരിട്ടത്. അമ്മമാർ തന്നെ അവർ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പേരിടുന്ന പതിവ് ഇസ്രായേലിൽ അന്ന് നിലവിലിരുന്നു. എന്നാൽ ഈ മാതാവിൻ്റെ പേര് വേദപുസ്തകത്തിൽ എങ്ങും രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. എന്നാൽ ഇന്ന് ശിശുവായ ഈഖാബോദിലൂടെ തൻ്റെ അമ്മയെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് നിയമപ്പെട്ടകത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ മാതാവ്. ദൈവത്തിൻ്റെ സിംഹാസനമായിട്ടാണ് ഇസ്രായേല്യർ നിയമപ്പെട്ടകത്തെ ആദരിച്ചിരുന്നത്. ഇസ്രായേല്യ ഗോത്രങ്ങളുടെ പ്രധാന ദൈവാലയമായിരുന്ന ശീലോവിലായിരുന്നു സൈന്യങ്ങളുടെ യഹോവയെ അഥവാ ദൈവത്തെ ഇസ്രായേൽ മക്കൾ ആരാധിച്ചിരുന്നത്. ഈ പെട്ടകത്തോട് ചേർത്ത് ഘടിപ്പിച്ചിരുന്ന കെരൂബുകളിൽ യാഹ്വേ സന്നിഹിതനായിരുന്നു എന്നും അന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. നിയമപ്പെട്ടകം എടുത്ത് യാത്ര തുടരുമ്പോൾ യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്നും ആ യാത്ര അവസാനിക്കുമ്പോൾ യഹോവേ അനേകായിരമായ ഇസ്രായേലിൻ്റെ അടുക്കൽ മടങ്ങി വരേണമേ എന്നും മോശ പ്രാർത്ഥിക്കുമായിരുന്നു. അത് സംഖ്യാപുസ്തകം 10 അധ്യായം 35-36 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറകുടമായ നിയമപ്പെട്ടകത്തിൻ്റെ പ്രാധാന്യം ആ മാതാവ് മനസ്സിലാക്കിയിരുന്നു. രണ്ടാമതായിട്ട് ദൈവകൃപ നഷ്ടമായത് മനസ്സിലാക്കുന്ന മാതാവ്. ഫെലിസ്തീർക്കെതിരെ പടപൊരുതുമ്പോൾ ശീലോ ദേവാലയത്തിൽ സ്ഥാപിച്ചിരുന്ന പെട്ടകം ഇസ്രായേല്യ പാളയത്തിൽ കൊണ്ടുവന്നു. അന്നത്തെ ഇസ്രായേല്യരുടെ ആരവാരത്തിലും ആഘോഷത്തിലൂടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും ദൈവശക്തിയുടെയും തെളിവ് ഈ മാതാവ് മനസ്സിലാക്കിയതുപോലെ തന്നെ ഫെലിസ്തീരും അന്ന് മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് ഫെലിസ്തീർ ആ നിയമപ്പെട്ടകം പിടിച്ചെടുക്കുന്നു. അങ്ങനെ ഇസ്രായേലിൻ്റെ മഹത്വം, അതായത് ദൈവകൃപ നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുന്ന ഒരു മാതാവിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്ന അതിതീവ്രമായ വേദനയുടെ മധ്യത്തിലും തങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഇസ്രായേല്യരിൽ നിന്നും നഷ്ടമായ ദൈവകൃപയെ ഓർത്ത് വിലപിക്കുന്ന ഒരു മാതാവായിട്ട് ഈഖാബോദിൻ്റെ മാതാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തുടർന്ന് ആ മാതാവ് മരണമടയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും ദൈവിക ആരാധനകളെയും ഒരിക്കലും നിസ്സാരമായിട്ട് കാണുവാനായിട്ട് പാടില്ല. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: പ്രിയ പിതാവേ, ഓരോ നിമിഷവും ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടാതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.